നല്ല പടമാണ്. ഈ പോക്സോ കേസസ് പലതും നടക്കുന്നുണ്ടല്ലോ, അപ്പോൾ അത് വേറെ രീതിയിൽ, അതായത് അനീതിപരമായിട്ട് പോക്സോ കേസസ് പോകുന്നതിന് എതിരെ സംസാരിക്കണം. അതായത് പല രീതിയിലും നീതികൾ തെറ്റായ രീതിയിലേക്ക് കൊണ്ടുപോകാണ്ട് അങ്ങനെ പോയിട്ട് കുറേ തലമുറകളുടെ, പ്രത്യേകിച്ച് ആൺകുട്ടികളുടെ കുറേ ലൈഫ് പോയിട്ടുണ്ട്. അപ്പം അങ്ങനെ സ്പോയിലായി പോയ ഒരു കുട്ടിയുടെ ഒരു കഥയാണ്. കോടതി പ്ലസ് ക്യാമ്പസ് മൂവിയാണ്. ഒരു ടീനേജുകാർക്കും അതുപോലെ ഫാമിലിക്കാർക്കും കാണാൻ പറ്റും. കൈൻഡ് ഓഫ് എല്ലാം ഒരു ഫാമിലി എൻ്റർടൈൻമെൻറ്റ് മൂവിയാണ്, ഇൻഫോർമേറ്റീവാണ്. നന്നായിട്ടുണ്ട് പടം ചെയ്ത്. അത്യാവശ്യം കോമഡി ഉണ്ട്, നല്ല സീരിയസ് ആയിട്ടുള്ള കഥാപാത്രങ്ങളുണ്ട്, നല്ല ഒരു വിഷ്വലായിട്ട് മുന്നോട്ട് പോകുന്ന നല്ലൊരു ട്രീറ്റ്മെൻ്റ് ഉണ്ട്, വിഷ്വൽ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. രണ്ടാമത് ഒരു ഇന്നത്തെ കാലത്ത് പോസ്കോനെ കുറിച്ചുള്ള ചെയ്യാത്ത കുറ്റങ്ങൾ ചെയ്യുന്നതിനുള്ള പ്രശ്നങ്ങളൊക്കെ നേരിടുന്ന ഒരു വ്യക്തികളെ സമീപിച്ചോണം ആ കേസിൽ വന്നപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു നല്ല മൂവി ആയിട്ടാണ് കാണുന്നത്. ഒരു ഫാമിലി എൻ്റർടൈനർ ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഒരു ക്യാമ്പസ് കോളേജ്, അതായത് ഒരു ലോ കോളേജിൻ്റെ ബേസിൽ സ്റ്റാർട്ട് ചെയ്ത് അവരുടേതായ ഇണക്കങ്ങളും പിണക്കങ്ങളും എല്ലാം ഇതിനകത്ത് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നത്തെ സമൂഹത്തിന് ഒരുപാട് മെസ്സേജുകൾ, നിയമം എവിടെയാണ് നിൽക്കുന്നത്, നിയമത്തിൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണ്, അത് വ്യക്തിജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു, ഒരു പോക്സോ കേസ് എങ്ങനെ ഉണ്ടാകുന്നു, അതിലൂടെ ജീവിതങ്ങൾ നഷ്ടപ്പെടുന്ന ജീവിതങ്ങളെയെല്ലാം ചൂണ്ടിക്കാണിക്കാനായിട്ട് ഈ സിനിമയിലൂടെ ശ്രമിച്ചിട്ടുണ്ട്. മീന നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇല്ല, കുറവാണ്. ഫീൽ ഗുഡ് റൊമാൻറ്റിക്, ഇന്നത്തെ സമൂഹം തീർച്ചയായിട്ടും കാണേണ്ട ഒരു മെസ്സേജ് ഉള്ളൊരു സിനിമയാണ്. മയക്കുമരുന്നിനെതിരെ പോരാടുന്ന ഒരു കോളേജ് മൂവിയാണ്. റോഷൻ മാത്യു ആയിക്കോട്ടെ, മീന മാഡം ആയിക്കോട്ടെ, ഗംഭീരമായിട്ട് ഈ ആനന്ദപുരം ഡയറീസ് എന്ന സിനിമ നിങ്ങൾക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്ന സിനിമയായിരിക്കും. അഡാർ ലവിനും ക്ലാസ്മേറ്റ്സിന് ശേഷം ഒരു കോളേജ് മൂവി കണ്ടൊരു വൈബ് മൂവിയാണ്. അപ്പോൾ ഷിഗിയുടെയൊക്കെ പെർഫോമൻസ് ഒക്കെ മികച്ചാണ്. ഒരു വൺ ടൈം വാച്ചബിൾ ഫീൽ ഗുഡ് സിനിമയാണ്. റോഷൻ അതിഗംഭീരമായിട്ട് അഭിനയിച്ചു. ഒരു ആനന്ദപുരം ഡയറീസ് കിടുക്കി തിമിർത്തു.